വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ശുദ്ധജല ടാങ്കുകൾ നോക്കുകുത്തി. ജല അതോറിറ്റിക്ക് മുൻപിൽ കാലിക്കുടമടിച്ച് പ്രതിഷേധം. ജല ടാങ്കുകൾ നോക്കുകുത്തിയതോടെ എറണാകുളം ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ കാലിക്കുടം ഉടച്ച് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. ഞാറക്കൽ, മുരുക്കുംപാടം പ്രദേശങ്ങളിലെ പണിതീർത്ത ശുദ്ധജല ടാങ്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കാലിക്കുടം ഉടച്ച് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരപരിപാടി സമിതി ചെയർമാൻ പോൾച്ചെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുൻപ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്നത് നോക്കുകുത്തിയായി കിടക്കുകയാണ്. ഇതേവരെ അതിൽ വെള്ളം നിറയ്ക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ എളകുന്നപ്പുഴ പഞ്ചായത്തിലെ മുരുക്കുംപാടം പ്രദേശത്ത് 4 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് 6 വർഷമെടുത്ത് പണി ചെയ്ത ആ ശുദ്ധജല ടാങ്കും ഇതുവരെ പമ്പിംഗ് ആരംഭിച്ചിട്ടില്ല. മന്ത്രി വന്ന് 2 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തു പോയതല്ലാതെ എത്രയെത്ര വേനൽക്കാലം, എത്രയെത്ര ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു. ആ ജനങ്ങളുടെ ശുദ്ധജല ക്ഷാമത്തിനായി ഒരു പരിഹാര മാർഗവും ഇതേവരെ ബന്ധപ്പെട്ടായിട്ട് 4 വാട്ടർ ടാങ്കുകളുടെ പണിയാണ് തുടങ്ങിയത്. എടവനക്കാട്, മാലിപ്പുറം ടാങ്കുകൾ, ചെറിയ ടാങ്കുകൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഞാറക്കൽ, നായരമ്പലം പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സമിതി വൈസ് ചെയർമാൻ ജോസഫ് നനിക്കുളം അധ്യക്ഷത വഹിച്ചു. ഞാറക്കൽ, മുരുക്കുംപാടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത 10 കോടിയോളം രൂപ മുതൽ മുടക്കി പണിതീർത്ത ശുദ്ധജല ടാങ്ക് ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. നായരമ്പലം, ഞാറക്കൽ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 6 കോടിയോളം രൂപ മുടക്കി 12 വർഷം കൊണ്ട് പണിതീർത്ത ഞാറക്കൽ ടാങ്ക്, എളകുന്നപ്പുഴ പഞ്ചായത്തിൽ മുരുക്കുംപാടത്തെ ടാങ്ക് 4 കോടി രൂപ മുതൽ മുടക്കി 6 വർഷം കൊണ്ട് പണിതീർത്തു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നിരന്തര സമരങ്ങൾ മൂലമാണ് ടാങ്കിന്റെ പണി പൂർത്തിയായത്. ഈ 2 ടാങ്കും പണിയുന്ന സമയത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ വൈപ്പിൻ സംസ്ഥാന പാത വരെ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചു. ഈ പൈപ്പിലൂടെ ശുദ്ധജലം വന്നാൽ മാത്രമേ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയൂ. എത്രയും വേഗം ഈ ടാങ്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾജെ മാമ്പള്ളി പറഞ്ഞു. പൊതുജനങ്ങളിൽ ഒപ്പിട്ട നിവേദനവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നൽകി. കൊച്ചിക്ക് തനതായി ഒരു ശുദ്ധജല ടാങ്ക് വന്നാൽ മാത്രമേ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കൂ എന്നും പണി പൂർത്തിയായ ടാങ്കുകളിൽ നിറക്കാൻ ആവശ്യമായ കുടിവെള്ളം നിലവിലില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ജിഡ ഫണ്ടിൽ നിന്നും 10 കോടിയോളം രൂപ മുടക്കി ഈ ടാങ്കുകൾ പണിതീർത്തതെന്ന പോൾച്ചെ മാമ്പള്ളിയുടെ ചോദ്യത്തിന് സൂപ്രണ്ടിന് മറുപടിയില്ലായിരുന്നു. കൊച്ചിക്ക് തനതായ ശുദ്ധജല പ്ലാന്റ് പണിയേണ്ടതിന് തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥരുമാണെന്നും എത്രയും വേഗം പണിതീർത്ത ടാങ്കുകളിൽ വെള്ളം നിറച്ച് വൈപ്പിനിലെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും പോൾച്ചെ മാമ്പള്ളി വ്യക്തമാക്കി. സമരപരിപാടിയിൽ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, വൈസ് ചെയർമാൻ M രാജഗോപാൽ, ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ, സെക്രട്ടറി ആന്റണി പുന്നത്തറ, ജെയിംസ് തറമേൽ, ടൈറ്റസ് പൂപ്പാടി, റോസിലി ജോസഫ്, TP സെബാസ്റ്റ്യൻ, MA സേവ്യർ, ജോസി ചക്കാലക്കൽ, TK മണി, മണിയപ്പൻ കണ്ണങ്ങാട്ട്, KM ധനഞ്ജയൻ, NG ശിവദാസ്, സുരേഷ് കുമാർ, റേച്ചൽ റോബർട്ട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.